എല്ലാവർക്കും നമസ്കാരം. സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസിന്റെ അണ്ടറിൽ വരുന്ന നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് അന്റാർട്ടിക്കയിലെ റിസർച്ച് ബേസിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസിന്റെ അണ്ടറിൽ വരുന്ന അന്റാർട്ടിക്കയിലെ റിസർച്ച് ബേസിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ ഡീറ്റെയിൽസും 1 by 1 നോക്കാം. ധാരാളം പോസ്റ്റുകളുണ്ട്. റിക്രൂട്ട്മെന്റിലേക്ക് എക്സാമിനേഷൻ ഇല്ല, ഇന്റർവ്യൂവിന്റെ ബേസിലാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പോസ്റ്റ് വെഹിക്കിൾ മെക്കാനിക് 4 വേക്കൻസി ഉണ്ട്. ജനറേറ്റർ മെക്കാനിക് ഓർ ഓപ്പറേറ്റർ 1 വേക്കൻസി. സ്റ്റേഷൻ ഇലക്ട്രീഷ്യൻ 1 വേക്കൻസി. വെഹിക്കിൾ ഇലക്ട്രീഷ്യൻ 3 വേക്കൻസി. ഓപ്പറേറ്റർ എക്സ്കവേറ്റിംഗ് മെഷീൻ 1 വേക്കൻസി. ക്രെയിൻ ഓപ്പറേറ്റർ 2 വേക്കൻസി. വെൽഡർ 3 വേക്കൻസി. ബോയിലർ ഓപ്പറേറ്റർ ആൻഡ് മെക്കാനിക് ഓർ പ്ലംബർ ഓർ ഫിറ്റർ ആണ് 1 വേക്കൻസി. കാർപ്പൻറ്റർ 3 വേക്കൻസി. വോയേജ് സപ്പോർട്ട് അസിസ്റ്റന്റ് 1 വേക്കൻസി. മെയിൽ നേഴ്സ് 3 വേക്കൻസി. സയന്റിഫിക് അസിസ്റ്റന്റ് 2 വേക്കൻസി. സ്റ്റോർ അസിസ്റ്റന്റ് 2 വേക്കൻസി. റേഡിയോ ഓർ വയർലെസ് ഓപ്പറേറ്റർ 3 വേക്കൻസി. കുക്ക് 5 വേക്കൻസി. റിക്രൂട്ട്മെന്റിലെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 1 മുതൽ 5 വരെയുള്ള പോസ്റ്റുകൾക്ക് എക്സ് സർവീസ്മെന്റിനും അപേക്ഷിക്കാം, സിവിലിയൻസിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എക്സ് സർവീസ്മെന്റ് ആണെങ്കിൽ ട്രേഡിൽ സർവീസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്, ഇന്റർവ്യൂ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. സിവിലിയൻസ് ആണെങ്കിൽ ITA സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആ ഫീൽഡിൽ ചോദിക്കുന്നുണ്ട്. അടുത്തത് 6ാമത്തെ നമ്പർ വരുന്ന പോസ്റ്റാണ്. ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് ക്രെയിൻസ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 20 മെട്രിക് ടൺ വിത്ത് 5 years എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ 10 വരുന്ന പോസ്റ്റാണ് അടുത്തത്. ITA സർട്ടിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 1 വർഷത്തെ മിനിമം 1 year ഉള്ള കോഴ്സുള്ള ITA സർട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് വിത്ത് 3 വർഷത്തെ എക്സ്പീരിയൻസ്. ITA ആണെങ്കിൽ 4 വർഷത്തെ എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത്. 11ാമത്തെ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് വിത്ത് 3 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബാച്ചുലർ സയൻസ് ഇൻ നഴ്സിംഗ് വിത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 12ാമത്തെ നമ്പറുള്ള പോസ്റ്റാണ് അടുത്തത്. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് വിത്ത് 3 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബാച്ചുലർ ഡിഗ്രി ഇൻ ഫിസിക്കൽ സയൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ വിത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇന്റർവ്യൂ പങ്കെടുക്കാം. 13ാമത്തെ നമ്പറുള്ള പോസ്റ്റാണ് വന്നിരിക്കുന്നത്. അടുത്തത് എക്സ് സർവീസ്മെൻ ആണെങ്കിൽ ട്രേഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 4 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. സിവിലിയൻസ് ആണെങ്കിൽ 12ാം ക്ലാസ് പാസും അതുപോലെ ജനറൽ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റും അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് വിത്ത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത 14ാമത്തെ നമ്പർ വരുന്ന പോസ്റ്റാണ്. 12ാം ക്ലാസ് പാസും ITA സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. COPA ആണ് പറഞ്ഞിരിക്കുന്നത്. 4 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിത്ത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത 15ാമത്തെ നമ്പർ വരുന്ന പോസ്റ്റാണ്. ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. അത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് വിത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സാലറി പറഞ്ഞിരിക്കുന്നത് 60,909 രൂപ കോൺട്രാക്ട് വേജും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ 81,212 രൂപ സാലറി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ അന്റാർട്ടിക് അലവൻസ് ആയിട്ട് 1,500 രൂപ പെർ ഡേ ഡ്യൂറിങ് സമ്മർ സീസണും 2,000 രൂപ പെർ ഡേ ഡ്യൂറിങ് വിന്റർ സീസണും നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇന്റർവ്യൂ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പങ്കെടുക്കുക. 28, 29, 30 ഏപ്രിൽ 1 മെയിലാണ് ഇന്റർവ്യൂ ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നോട്ടിഫിക്കേഷനിൽ ഇന്റർവ്യൂവിന്റെ ഡേറ്റും പ്ലേസും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിനു ശേഷം ഇന്റർവ്യൂ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പങ്കെടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്